വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് നാളെ പെരുന്നാളാണ്. സമയത്താ മഗ്‌രിബ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിക്ക് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അറഫയുടെ. അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അന്ന് എന്താ പറയുക, പുറത്തുനിന്ന് ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ട് കേട്ടോ. പൊറാട്ടയും പിന്നെ എന്താ പറയുക പെരി പെരി അൽഫാമും പിന്നെ നല്ലതാ നാരങ്ങ വെള്ളം ഈത്തപ്പഴം പിന്നെ ചായയൊക്കെ ആയിട്ട്. കേക്ക് ശരിക്കും പറയും. കയ്യിലെടുത്തോ? മജിക്കോ? ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നിതാ നമ്മൾ ഈദിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് ഷെയർ ആക്കുന്നത്. അതായത് ഈദിടേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. അപ്പം ഇന്ന് കുറച്ച് വോൾട്ടേജ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ നിറപ്പൻ്റെ നോമ്പ് എടുത്തിട്ട് ഭയങ്കര ടൈമുണ്ട്. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം ഇനി വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി മാത്രം ഓർഡർ ചെയ്യുന്നത്. അപ്പം ഡെസേർട്ട്, പായസം, അതുപോലെ തന്നെ എന്താ പറയുക ചെമ്മീൻ ബ്രോസ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സംഭവം ചെമ്മീൻ ബ്രോസ്റ്റ്. അത് ഇവിടെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്പോൾ സമയം മഗ്‌രിബ് കഴിഞ്ഞ് ഷാഹിൻ്റെയോട് അടുത്ത്. അപ്പം ഒരു ക്ഷീണത്തിൽ എങ്ങനെ കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുകയാണ്. നോമ്പ് തുറന്ന വിശേഷങ്ങളൊക്കെ ഇതാ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്ന് എന്താ സാധാ അൽഫാം, പിന്നെന്താ ഉണ്ടാക്കാൻ മടിയായിട്ട് അറിയില്ലേ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് വല്ലാണ്ട് എന്താ ക്ഷീണം വിട്ട് മാറിയിട്ടില്ല. ഇപ്പം എന്തായാലും ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ പായസം രാവിലെ വെച്ചാൽ മതി. പുഡിങ് ഇപ്പോൾ റെഡിയാക്കട്ടെ. ചെമ്മീൻ ഇപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അത് വൃത്തിയാക്കിയിട്ട്, പക്ഷേ അതിൻ്റെ ആരുണ്ടാവുമല്ലോ, അത് വലിച്ചെടുക്കണം. എന്നിട്ട് കയ്യിൽ വൃത്തിയാക്കിയിട്ട് നമുക്കത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ആ പരിപാടിക്കൊക്കെ കഴിക്കട്ടെ. എന്തോ ഭയങ്കര ഒരു എന്തൊക്കെ സുഖം തോന്നില്ല. അപ്പോൾ എന്തായാലും കിച്ചണിക്ക് പോട്ടെ കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതാ നമ്മൾ പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം അതിന് ഒരു പാക്ക് പാല്, പിന്നെ ഒരു ചൈന ഗ്രാസ്, പിന്നെ 100 ഗ്രാമിൻ്റെ ബട്ടർ, പിന്നെ ബ്രെഡ്, കസ്റ്റാർഡ് പൗഡർ ഒരു 2 മതി, പിന്നെ മിൽക്ക് മെയ്ഡ് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ മതി എന്നാട്ടോ പറഞ്ഞത്. പിന്നെ അതിക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാൽ ഏകദേശം നന്നായിട്ട് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഇതാ കസ്റ്റാർഡ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇടുമ്പം നമ്മൾ സിമ്മിലിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഇതാ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എക്സ്ട്രാ ഒന്നുകൂടെ ഒരു പാക്കും കൂടെ ചൈന ഗ്രാസ് എടുക്കുക കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഒക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടോ. പിന്നെ 100 ഗ്രാം ബട്ടർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പുഡിങ്ങും. എന്താ പറയുക, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് നല്ലൊരു ക്രീമി ടച്ചിൽ തോന്നുന്ന ഒരു പുഡിങ്ങാണ്. ബട്ടറും കൂടി ഇടുമ്പം എസ്പെഷ്യലി അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതാ ചൈന ഗ്രാസും ഒക്കെ അതിൽ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളിത് മിക്സി അടിച്ചെടുക്കും ചെയ്യും, അതുകൊണ്ട് അത് സെപ്പറേറ്റ് മെൽറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കണ്ടൻസ് മിൽക്ക് ഇട്ട ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പാകമാണോ മധുരമൊക്കെ നോക്കാം. എന്നിട്ട് ഇതാ ഇത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഒക്കെ സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം കസ്റ്റാർഡ് ഒഴിച്ചാലേ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രെഡ് അതുപോലെ ഒന്ന് പീസാക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഈ നല്ല തിളക്കുന്ന പാലിൽ തന്നെ ആകുമ്പോഴേ അത് നന്നായിട്ട് വെന്തൊടിയും. പിന്നെ നമ്മളിത് ചൂടാറിയ ശേഷം മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. തിളക്കുമ്പോഴേക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് തിക്നെസ്സോട് കൂടി വരും കേട്ടോ. കസ്റ്റാർഡും ബ്രെഡും ഒക്കെ ഒന്ന് നന്നായിട്ട് തിക്നെസ് ആയിട്ട് വരും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാം. അപ്പം എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് പനി നന്നായിട്ട് കൂടിയിട്ടോ, പനിയും. അപ്പം ഞാൻ നോമ്പുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുകവെള്ളം ഉണ്ടാക്കിയില്ലേ, അപ്പം അതുണ്ടാക്കി കുടിക്കുന്നത് കണ്ടില്ലേ, ഫേസൊക്കെ ആകെ ചേഞ്ചായി പെട്ടെന്ന് എന്താ പറയുക അവിടെ മാറിപ്പോയിട്ടോ. അങ്ങനെ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്ത് 9:30 ആയപ്പോൾ വീണ്ടും കിച്ചണിക്ക് വന്നിട്ടോ. നമ്മൾ പുഡിങ് അങ്ങനെ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടല്ലായിരുന്നു, അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ
ഒലിച്ചു പോയിട്ടോ. അപ്പം ഒറ്റൊരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് എന്നിട്ട് പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ എന്താക്കുന്ന മാറ്റുന്നു കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നല്ല കിട്ടും കേട്ടോ. നമ്മളിത് അരച്ചെടുക്കുമ്പം ഭയങ്കര ഒരു ക്രീമി ടച്ചാണ് കേട്ടോ. അത് വോയിസ് ഓർക്കട്ടെ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഈ ബബിൾസൊക്കെ വേണമെങ്കിൽ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് എന്തൊക്കെ അത്യാവശ്യം ചൂടാറിയല്ലോ, ഇന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു ഓവർനൈറ്റ് നമ്മൾ കംപ്ലീറ്റ് നൈറ്റ് വെച്ചാൽ നമുക്ക് എന്താക്കാം, അത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ ചെമ്മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കിയതാണ്. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ആര് കളഞ്ഞെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ചെമ്മീനാണ് കേട്ടോ. എന്താ 460 അങ്ങനെ എന്തോ ആണ് കിലോന്. ആ ചുവന്ന ടൈപ്പ് ചെമ്മീനില്ല, അതാണിത്. അപ്പം അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ആരൊക്കെ കളഞ്ഞെടുത്തിട്ട് എന്താക്കുന്ന അത് മാഗ്നേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് എന്താക്കുന്ന കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ സോയാ സോസും ഒഴിച്ചിട്ട് നമ്മളിത് മിക്സാക്കി എടുക്കുന്ന കേട്ടോ. സോറി, പിന്നെ കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ചെമ്മീൻ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ സമയം ഇപ്പം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ കിച്ചണിക്കൊക്കെ പോയേ, അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പറയുമ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ലേറ്റ് തന്നെ. പിന്നെ ഇനിയിപ്പോൾ എന്താ, എനിക്ക് അടിക്കട്ടെ. ചെറിയ കുറവുണ്ട് വെച്ചാൽ ബാക്ക് പെയിനിന് ഒരു മാറ്റമില്ല, പനിക്ക് ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് അടിക്കട്ടെ. ആകെ കണ്ണും മുറൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ക്ഷീണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ മോർണിംഗിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം എല്ലാവരോടും ടാറ്റ ബൈ. ഹലോ, ഈദ് മുബാറക്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് ആശംസകൾ കേട്ടോ. അങ്ങനെ നമ്മുടെ ഈദ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ തന്നെ കിച്ചണിലൊക്കെ കയറി. പിന്നെ കാര്യമായിട്ട് വലിയ ഭാരപ്പെട്ട പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെമ്മീനൊക്കെ എടുത്തിട്ട് റോസ്റ്റ് പൗഡർ ഇതാക്കണം കേട്ടോ. അതിന് മുമ്പ് തന്നെ അത് സ്ക്യൂസ് ചെയ്ത് വെക്കണം. നമ്മൾ ഇതിൻ്റെ ഉൾക്കൂടെ ഇട്ടിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അത് ചെയ്തെടുക്കാം കേട്ടോ വേഗം. എന്നിട്ട് വേണം ഇത് റോസ്റ്റ് പൗഡറിൽ ഇട്ടിട്ട് മുക്കിയെടുക്കണം. അപ്പം എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളർ നിങ്ങൾ കണ്ടു വിചാരിക്കേണ്ട, അത് നമ്മൾ എന്താ പറയുക, സോയാ സോസിൽ ഡിപ്പ് ചെയ്ത് വെച്ചല്ലേ, അതിൻ്റെ ഒരു കളറാണ്. അത് കഴിഞ്ഞ് പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടി പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളക്കുമ്പോഴത്തേനൊക്കെ ഏകദേശം നമുക്ക് ചെമ്മീൻ വേഗം ഈ റോസ്റ്റ് പൗഡറിൽ ഇതാക്കാം. അപ്പോൾ ഇത് കോൺഫ്ലവറും കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൗഡറാട്ടോ. അപ്പം ഇതിക്ക് വേണമെങ്കിൽ കുരുമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത സമയത്ത് കുരുമുളക് ആഡ് ചെയ്തുകൊണ്ട് അത് ചേർക്കുന്നില്ല. പിന്നെ എന്താ പറയുക, ആ സോയാ സോസിൻ്റെ നീര് കുറച്ചും കൂടി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടയിലാക്കിയിട്ട് ഒന്നുകൂടി വെക്കും കേട്ടോ. അപ്പം അത് കാരണം രാവിലെ വരെ വെക്കുമ്പം കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിൽക്കും, ചെമ്മീന്ന് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ഒലിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ചെമ്മീൻസും ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ കോട്ടിങ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് ചെയ്തെടുത്ത് ഒക്കെ ഹെൽത്തി ഭയങ്കര ഓക്കെ ഇല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനത്തെ പണികൾ, എനിക്ക് പൊതുവേ കുക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. പക്ഷേ എന്ത് വയ്യെങ്കിലും കുക്കിംഗ് ചെയ്യാനും ഒരു ഇഷ്ടമാട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു പെരുന്നാൾക്കാണ് ഇങ്ങനെ ഒരു ഭയങ്കര ലേസി ആയിട്ട് ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ പൊറാട്ടയും അൽഫാമൊക്കെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. പിന്നെ നമ്മൾ മുറ്റം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചമ്മലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാൻ കരുതി. ഇപ്പം കറക്റ്റ് രാവിലത്തെ ഒരു 6:30 നേരത്തെ സമയം കേട്ടോ മുള്ളംപാറങ്ങാടിയിൽ. പിന്നെ ഇഷ്യൂ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉക്കിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓല് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഇഷ്യൂവിന് പെരുന്നാൾക്ക് ഇത് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ വലിയ ആർഭാടമായിട്ടില്ല, സാധാ സിമ്പിൾ ലുക്കിൽ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓർഡർ എൻ്റെ ഫ്രണ്ട്സൊക്കും റിലേറ്റീവ്സിനൊക്കെ ഉള്ളതാണ്. അപ്പം ഓല് ഫുഡ് വന്ന് വാങ്ങിക്കൊണ്ടുപോകും. എല്ലാ ഫുഡും ഇവിടെ ആയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇക്കും ഇഷ്യും കൂടെ പള്ളിക്ക് പോവുകയാണ്. അപ്പം ഇവിടെ 8 മണിക്ക് നിസ്കാരം. അപ്പം 7:00 കഴിഞ്ഞ ശേഷം ഒരു ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് എൻ്റെ കളിക്കൂട്ടുകാരി എന്നൊക്കെ പറയില്ല, സീനി, ഇവിടെ അടുത്തുള്ള വീട്ടുകാർ തന്നെയായിരുന്നു. അവരിപ്പോൾ വേറെ താമസാക്കിയിട്ടുണ്ട്. അപ്പം ഓരോ ഫാമിലീസൊക്കെ വന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് എന്ന് പറയില്ല, അതായിരുന്നു. ഓരോ മക്കളും ഹസ്ബൻഡും തീം എല്ലാവരും കൂടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഓരൊക്കെ പോയി കഴിഞ്ഞ ശേഷം കേട്ടോ പിന്നെ ഇക്കയും ഇഷ്യൂം വന്നിട്ടുള്ളത്. അപ്പം ഒരു പള്ളിയിൽ നിന്നൊക്കെ വന്ന് അപ്പോഴേക്കും ഞാൻ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ജൂജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അപ്പോഴേക്കും ഒരു പിന്നെന്താ കന്നിനെ കാണാൻ നമ്മൾ ഒളിയത്തിറക്കില്ലേ, അതിൻ്റെ കന്നിനെ കാണാൻ വേണ്ടിയിട്ട് ഓരൊക്കെ പോയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി നിൽക്കാമെന്ന് കരുതി.
എന്താ ചെമ്മീൻ ബ്രോസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ചട്ടിയിലിടുമ്പോൾ തന്നെ ആ സ്മെല്ലയുടെ മൂക്കൊക്കെ അങ്ങനെ അടിച്ചു വരും കേട്ടോ. ഭയങ്കര എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ചെമ്മീൻ ബ്രോസ്റ്റാക്കി ചെയ്യുന്നത്. മറ്റേ രീതിയിൽ ഫ്രൈ ആക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഒന്നുകൂടെ ഈസ്ക് യൂസ് ചെയ്തിട്ട് കഴിക്കുമ്പം എല്ലാവർക്കും ഭയങ്കര അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചട്ടി പഴയതാണെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സുഖം. പിന്നെ ഇതാ കാക്ക വന്നിട്ടുണ്ടായിരുന്നു, ഇക്കയുടെ ബ്രദറാണ്. അപ്പം ഓരും പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മളെ വിസിറ്റ് ചെയ്ത് പോയി. അതിൻ്റെ ഇടയിൽ ഇക്കയും കുട്ടികളൊക്കെ ഇതാ പോത്തിനൊക്കെ കണ്ടിട്ട് വരികയാണ് കേട്ടോ. ജൂജുവിനും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പം ആളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് എടുത്തേച്ചു. അപ്പം ചെമ്മീനും ഒക്കെ പൊരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ്. ചമ്മന്തി, തൈര്, അച്ചാർ, ചെമ്മീൻ ബ്രോസ്റ്റ്. എനിക്ക് തോന്നുന്ന ചെമ്മീൻ ബ്രോസ്റ്റ് നിറയെ ചട്ടിയിലിട്ടപ്പോഴേ അത് എടുക്കുന്ന സമയത്ത് തലയും ഇതും സെപ്പറേറ്റ് ആയിട്ടോ. പിന്നെ ഇട്ട സെക്ഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഫസ്റ്റ് ഇട്ടത് ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ അതിരി സാധനം തിന്നാൽ രസമുണ്ട്, കഴിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ അത് ഇതാകണ്ടോ, ഇത് സെക്കൻഡ് ഇട്ടതാണ്. അപ്പോൾ എന്താ പറയുക, ടൈറ്റായിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ പൊടിയാണ്ട് കിട്ടിയെന്ന് പറയില്ലേ, ആ ഒരിതാണ്. എന്നാലും എങ്ങനെയായാലും നമ്മൾ കഴിക്കാനല്ലേ. പിന്നെ അത് ആ പായസം റെഡിയാക്കിയത് കാണിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പായസം പിന്നെ അത് നമ്മൾ ചെമ്മീൻ കുറച്ച് ബാക്കിയുണ്ട്, അതിപ്പോൾ ഇനി ഇപ്പം ഇല്ല. ആ ഒരു ഡിപ്പ് ചെയ്യാനുള്ള മസാലയൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഇതാ പായസം കുടിക്കാൻ കരുതി. നമ്മൾ എന്ത് പായസമാണെന്ന് അറിയോ, നമ്മുടെ കുനാഫേൻ്റെ ഒക്കെ ഒരു ചെറിയ പായസത്തിൻ്റെ അതില്ലേ സേമിയ, അതാണ്. പിന്നെ 12:30 ആയപ്പോഴത്തേക്ക് ഇതാ പള്ളിയിൽ പോയിട്ട് ഇക്കി മക്കളൊക്കെ പോയിട്ട് എന്താക്കി ബക്കറ്റിലാക്കിയിട്ട് നമ്മളെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2 തരം ഉണ്ടാവും. ഒന്ന് ഓരി കൂടിയതുണ്ടാവും, പിന്നെ നമ്മൾ ഈ മഹലിൽ നിൽക്കുമ്പോഴുള്ള ആ മഹലിൽ നിവാസി കൂടുന്ന ആ ഒരു ഷെയറും ഉണ്ടാവും കേട്ടോ. അപ്പം അത് മൊത്തത്തിൽ നമ്മൾ യൂസ് ആക്കൂല കേട്ടോ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കും, അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിതാ കാക്കിയും ഫാമിലിയും താത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുന്നിയൊക്കെ. അപ്പോൾ ഒരു വന്ന ശേഷം നമ്മൾ പുഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുഡിങ് കഴിച്ചിട്ടില്ലേനു കേട്ടോ. പിന്നെ പുഡിങ് ഇതാ സെറ്റാക്കി. പിന്നെ അതിന് ശേഷം ഇവർ പോകാൻ വേണ്ടി നിന്നിട്ടോ. അവർക്ക് അവിടെ ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞപ്പം ഓല് പോയി. ആക്ച്വലി ഒരാളും ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത്ര വീഡിയോ എടുക്കാൻ കഴിയില്ല. ഓരോ പോകാൻ കാരണം നമ്മളിവിടെ ഒന്നുകൂടെ എൻഗേജ്ഡ് ആവില്ല ഓരോ സാധനം എടുക്കാനും നിൽക്കുമ്പോൾ. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കിട്ടില്ല. ഓരോ പോകാൻ നേരമായിരിക്കും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഉണ്ടാകും. അപ്പോൾ വേഗം പോയി വീഡിയോ എടുക്കുമ്പോൾ കാക്കതാ കാറും കെട്ടി ഒന്നുകൂടി ഇറക്കി തരികയാണ് കേട്ടോ. അപ്പോൾ ജൂജിതാ ഫ്ലൈക്കീസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക. ഹലോ, ഈദ് മുബാറക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് ആശംസകൾ കേട്ടോ. അപ്പം ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് ആ സമയം ഇപ്പോൾ 4:55 5 മണി ആവാറായിട്ടുണ്ട് വൈകുന്നേരം. ചെറിയ തിരക്കും കാര്യങ്ങളും ഒന്നമ്മ ഞാൻ പറഞ്ഞില്ലേ വയ്യേനു. പിന്നെ എന്താ പറയുക, പനിക്കുന്ന പോലെ എന്താ പറയുക, ചെറിയൊരു പനിയും പിന്നെ എന്താ പറയുക ആകെ മൊത്തത്തിൽ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഇതാ പെരുന്നാൾക്ക് ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ സാധാ ഒരു ടോപ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ജൂജൊക്കെ എന്താ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കഴിച്ചിട്ടിട്ട് ഓലും ഇവിടെ ടി വി കണ്ടും ഭക്ഷണം കഴിച്ചും അങ്ങനെ സമയം സ്പെൻഡാക്കി. ഉച്ചവരെ എന്താ പറയുക ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ വലിയനാൾക്ക് പിന്നെ നമുക്ക് കുറച്ച് ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, ബീഫ്. അപ്പം അതൊക്കെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിന് ശേഷം എല്ലാവരും ഒന്ന് കിടന്നുറങ്ങിയിട്ടോ. യൂജുവിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ ഞാനും ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് അസറിന് എണീറ്റ് ഇതാ നിസ്കാരവും ഫുഡ് കഴിച്ചില്ല. നമ്മൾ ബിരിയാണിയൊക്കെ ചൂടാക്കി കഴിച്ച് ഞങ്ങളിതാ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഒക്കെ ഉറങ്ങുക തന്നെയാണ്. ഫോട്ടോസൊന്നും കാര്യമായിട്ട് എടുത്തില്ല. ആരും ഡ്രസ്സ് ചേഞ്ച് ഇഷ്യൊക്കെ പള്ളിയിൽ പോയി ആ ഡ്രസ്സൊക്കെ എടുത്ത് ചെന്നല്ലാണ്ട് എങ്ങോട്ട് പോകാത്തില്ലാത്തതുകൊണ്ട് തന്നെ ആർക്കൊരു ഇമ്പില്ലാത്ത പോലെ. അപ്പോൾ പെരുന്നാൾക്കിന്ന് മൊറയിൽ പോകണില്ല. അപ്പം 25-ാം തീയതി എക്സാം ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മൊറയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ അല്ലേ, മൊറയിലേക്ക് പോവാം. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പം ടെക്സ്റ്റിൽ കുറച്ച് പോർഷൻസ് കൂടെ കവർ ചെയ്യാണ്ട് ഇന്നലെ ഒന്ന് വയ്യായിട്ട് ഒന്നും തൊട്ട് നോക്കിയിട്ടില്ല. ഈ ലാസ്റ്റ് വെച്ച് പഠിക്കാതിരിക്കുമ്പോഴേ ഒന്നും മനസ്സിലാവില്ല. പിന്നെ എന്താ പറയുക, സമയം കുറേയൊക്കെ വേണ്ടി വരും പഠിക്കണമെങ്കിലൊക്കെ. കുറേ ടച്ചൊക്കെ വിട്ടിട്ട് പഠിക്കല്ലേ നമ്മൾ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യെ കാണാം. അല്ലെങ്കിൽ രാത്രി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത്ര തന്നെ. എൻ്റെ കുട്ടി അപ്പോൾ നമ്മളെങ്ങടെ കൂടെ പോയി വരല്ലേ. മേ മുമ്പൊക്കെ എടുക്കല്ലേ ആര് യൂജു ഇവിടെ വന്നാ ഹായ് പറഞ്ഞ ഹായ്. ആ മൂത്തമ്മൻ്റെ അടുക്ക് പോവല്ലേ.
അതായത് ഇക്കൻ്റെ എന്താ പറയുക മൂത്തമ്മേൻ്റെ വീട് കേട്ടോ, ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീടാണിത്. 2 വീടുകൾ അടുത്തടുത്ത്. അപ്പം 2 മക്കളെ വീടാണ് കേട്ടോ. അപ്പം അവിടെ കുറച്ച് നേരം സംസാരിച്ച് ടൈമൊക്കെ സ്പെൻഡാക്കിയ ശേഷം നമ്മളിതാ പിന്നെ ഓൾറെഡി ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇരുന്ന് പിന്നെ എങ്ങടേലൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ. പിന്നെ ജൂജുവാണ് ആകെ എടുങ്ങാറാക്കുക. അപ്പം ഒരു 5:30 ആയപ്പോഴേ ഇറങ്ങിയതേനു. ഇതാരാണ്? എൻ്റെ ആരാണ്? മരിയ ആരാണ്? ഫ്രണ്ട് അല്ലേ? ഹായ് മഞ്ഞ. ഈദ് മുബാറക് പറഞ്ഞ നിങ്ങള്? ജിഷു ജൂജു അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പം അങ്ങനെ വലിയായിട്ട് ഇപ്രാവശ്യം അങ്ങനെ എന്താ പറയുക ഏടും പോയിട്ടില്ല. വെറുതെ വീട്ടിലിങ്ങനെ നിന്നിട്ട് ടൈം സ്പെൻഡാക്കി. ഒന്നാമത് എന്താ വെച്ചാൽ ഹെൽത്ത് അത്ര സുഖം കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എക്സാം കുറേ എന്താ പറയുക മൈൻഡൊന്നും ഒരു ഫ്രീ അല്ല. ഇന്നലെ ഒരു ഒഴിവ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആകെ ടയർഡായിട്ട് അത് കിടന്നുറങ്ങി. അപ്പം നമ്മളിതാ രാവിലെ ആയിട്ടൊന്ന് പിസ്സ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി ബ്രെഡിൻ്റെ പിസ്സ. ഇവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് കേട്ടോ. അപ്പം എന്തായാലും വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ പെരുന്നാൾ വരികയാണെങ്കിൽ ഇൻഷാല്ലാ വിധിയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണെന്ന്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. സമയം 8 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് റെഡിയാക്കണം. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ കഴിയുകയാണെങ്കിൽ വായിക്കുകയും ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ ടാറ്റാ ബൈ.